ഇവിടെ ഈ തിരുവനന്തപുരത്ത് രാവെന്നോ പകലെന്നോ ഒന്നുമില്ലാതെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊടും ചൂടാണ്, വെയിലാണ്. അപ്പോൾ ഇതിനിടയിൽ വിശന്ന് തളർന്നു പോയ ഞങ്ങളുടെ റിപ്പോർട്ടറുണ്ട് ഷീന. അപ്പോൾ നമ്മുടെ ഷീനയും ഒപ്പം ക്യാമറമാൻ ജ്യോതിഷും രണ്ടുപേരും കൂടി തിരുവനന്തപുരത്തിൻ്റെ രുചി അറിയാൻ വേണ്ടി ഇവിടുത്തെ ഒരു യാത്ര പോയിട്ടുണ്ട്. അപ്പോൾ ആ യാത്ര എവിടെ ചെന്ന് എത്തിയെന്നും അവർ എന്തൊക്കെ രുചി വൈവിധ്യങ്ങളാണ് പരീക്ഷിച്ചതെന്നും അറിയണ്ടേ? എനിക്കും അറിയില്ല. അപ്പോൾ നമുക്ക് ഒന്നിച്ച് കാണാം. വിശക്കുന്നു. എവിടെ പോയാൽ നല്ല ഭക്ഷണം കിട്ടും? പുട്ട്, കടല, പഴംപൊരി ബീഫ്, പൊറോട്ട ബീഫ്, അങ്ങനെ കോംബോകളൊക്കെ നിരവധിയാണ്. പക്ഷേ കലോത്സവ നഗരിയിൽ അനന്തപുരിയിലെത്തിയപ്പോൾ ഞാനിവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കോംബോ കണ്ടു. എന്താണെന്നല്ലേ? ബാ ചേട്ടാ, വെറൈറ്റി ഫുഡായ ദോശയും ഓംലെറ്റും രസവടയും പപ്പടവും ബില്ല് കൊടുത്തിട്ട് തരാമെന്നാണ് പറഞ്ഞത്. അവർ ബില്ല് കൊടുക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ദോശ, പപ്പടം, രസവട നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. രസത്തിൽ മുക്കിയിട്ടാണ് ഇവർ ഈ രസവട തിരുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത്ര ഇതിന് രസവട എന്ന് പേരിട്ടിരിക്കുന്നത്. ഇങ്ങനൊരു കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഇവരുടെ രസവട കൊള്ളാവുന്നൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റുണ്ട്. എന്താ കഴിച്ചത് സ്പെഷ്യലായിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട്? വെള്ളപ്പം, പൊറോട്ട, ചിക്കൻ കറി. ഇഷ്ടപ്പെട്ടോ ഭക്ഷണം? കലോത്സവ വേദിയായ കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ തൊട്ട് മുന്നിലെ ഒരു അടാറ് തട്ടുകടയിൽ നിന്നാണ് ഞാൻ ഈ വ്യത്യസ്ത തരം ഭക്ഷണങ്ങളൊക്കെ കഴിച്ചതിപ്പോൾ. ഇനിയുമുണ്ട് അനന്തപുരിയിലെ രുചിയോത്സവത്തിന് ബാക്കി കുറച്ചുകൂടി. അതും കൂടി കണ്ടിട്ട് വരാം. രുചിഭേദങ്ങൾ തേടി ഞാനിങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ചമയങ്ങളൊന്നും അഴിക്കാതെ ഈ കലാകാരികളും ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ഒരു കാഴ്ച കണ്ടത്. അവരോടും കൂടെ നമുക്ക് ചോദിച്ചു നോക്കാം തിരുവനന്തപുരത്തെ ഭക്ഷണമൊക്കെ ഇഷ്ടമായോ എന്ന്. ഇഷ്ടമായി. എന്താ അവതരിപ്പിക്കാനാ വന്നേ? മോഹിനിയാട്ടം. കഴിഞ്ഞോ? എന്താ കഴിക്കുന്നത്? എന്തൊക്കെ വ്യത്യസ്ത രുചികൾ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കിയോ? ഞാൻ വല്ലാണ്ടൊന്നും ട്രൈ ചെയ്തിട്ടില്ല. വല്യമ്മയുടെ വീടുകളിലുണ്ട്. ബോളി പായസം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇഷ്ടമായോ? ഇഷ്ടമായി. ഭക്ഷണമൊക്കെ ഇഷ്ടമായോ? അല്ലല്ല, പാലക്കാട്. പാലക്കാടുകാരാണ്. ബോളി പായസം അടിപൊളിയായിരുന്നു. അതൊരു ട്രഡീഷണൽ, അത് ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു. കഴിച്ചതിൽ എന്തെങ്കിലും ഇഷ്ടമായോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ട്രൈ ചെയ്തിട്ടില്ല. മലപ്പുറത്തുനിന്നും പാലക്കാട് നിന്നൊക്കെ തിരുവനന്തപുരത്തിൻ്റെ ഭക്ഷണ രുചികളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാനും കൂടെയാണ് ഈ അനന്തപുരിയിൽ ഇപ്പോൾ ഇവർ ഈ കലോത്സവ വേദിയിൽ എത്തിയിട്ടുള്ള കുട്ടികളും ഇവിടെയൊക്കെ ഉള്ളത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ ഓടി നടക്കാനുള്ള ഭക്ഷണം ഞങ്ങൾക്ക് ശരിക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് രാവിലെ 2 ദോശ കഴിച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടവരും. ഇപ്പോഴാണ് കഴിക്കണേ കൊണ്ട്. എന്നാൽ ഞങ്ങൾക്കൊന്ന് കറങ്ങണം. അപ്പം ഞങ്ങൾക്ക് ഇവിടുത്തെ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടോ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. കലോത്സവ വേദിയിലെ രസക്കാഴ്ചകൾ മാത്രമല്ല, അനന്തപുരിയിൽ ഏറെയുണ്ട് രസവടയടക്കമുള്ള വേറെയും രുചികൾ. ക്യാമറാമാൻ JB ജ്യോതിഷിനൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും ഷീന മാർട്ടിൻ.